ഡെപ്സിനെ പോലൊന്നും ഒരാൾക്കും ആകാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനൊരു ട്രെൻഡാണ് ഉണ്ടാക്കിയത്, ഒരു പാട്ടല്ല ഹിറ്റാക്കുന്നത്, ഒരു ട്രെൻഡാണ് ഓൻ ഇവിടെ കൊണ്ടാന്ന് വെച്ചിട്ടുള്ളത്. റാപ്പ് അതേപോലെ ഇങ്ങനത്തെ ഫെജോ എത്രയോ വർഷം മുന്നേ ഓൻ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഓനിക്ക് കൂടി ഒരു ബ്രേക്ക് ആക്കി തന്ന ആരാ? ഡെപ്സിയാണ്. കാരണം ഡെപ്സി കൊണ്ടാന്ന ട്രെൻഡ് മണവാളം തഗ്ഗി ഇവിടെ വർക്കൗട്ട് ആയത് കൊണ്ടാണ് അതിന്റെ ബാക്കിൽ ഒരുപാട് റാപ്പും പോപ്പും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വ്യൂവർഷിപ്പിലേക്ക് വന്നത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം മീറ്റിങ്ങിന് പോയ സമയത്ത് സ്പോട്ടിഫൈവിൻ്റെ മീറ്റിംഗ് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇവിടെ മലയാളത്തിലെ എല്ലാ ദാസേട്ടൻ്റെ അല്ലേ, ഞാൻ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റ് ആയിരിക്കാന്ന് വെച്ചു. അപ്പോൾ വിനീതായിട്ട് ഇവരെല്ലാം പേര് പറയുന്ന മുന്നേ എന്നോട് പറഞ്ഞ് ഡെപ്സിൻ്റെ പാട്ടുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെന്റ് തരാണ്. ഡെപ്സിയുടെ ഞാൻ ചാനൽ ഡെപ്സിൻ്റെ പാട്ടിന്, കാരണം സ്പോട്ടിഫൈവിൻ്റെ ഇന്ത്യൻ്റെ മീറ്റിങ്ങിൽ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കമ്പനീൻ്റെ ആവശ്യത്തിന് ഞാൻ പോയേക്കുമ്പോൾ പറയുന്നു, ഡെപ്സിയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സൗത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കിയത്. സൗത്തിൽ, കേരള അല്ല, സൗത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയത്. കാരണം അതിൻ്റെ വ്യൂവർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് സൗത്തിലും എല്ലാ ഇപ്പൊ സൗത്തിൽ നിന്നല്ല എല്ലായിടക്കും സംഭവം കയറി വന്നില്ലേ.